ഹേയ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്ന് പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കാണ്. അതെ, ക്രിസ്മസ് മാർക്കറ്റ് ഇൻ സ്യൂറിഹ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ സ്വിറ്റ്സർലൻഡിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാനഡയൊക്കെ പോലെ എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നൊന്നുമില്ല. പക്ഷേ മഞ്ഞ് പെയ്താൽ നല്ലപോലെ പെയ്യും, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ നല്ല തണുപ്പാണ്. ഒരു -10 ഫീൽസ് ലൈക്ക് -15 അങ്ങനത്തെയൊക്കെ ഒരു ഫീലിംഗ് ആണ്. അപ്പം കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഈ വർഷം സ്വിറ്റ്സർലൻഡിലെ സ്യൂറിഹിലെ ക്രിസ്മസ് മാർക്കറ്റും കൂടി കാണിക്കാമെന്ന് കരുതി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരമായപ്പം സ്യൂറിക്കിലെ മെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി. ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കും ട്രെയിനൊക്കെ പോകുന്നത്. ഇവിടുത്തെ മേജർ സിറ്റീസിലേക്കും സ്റ്റേറ്റിലേക്കൊക്കെ ട്രെയിൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് നടന്നു. അപ്പോഴാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെയും മോമിനെയും കണ്ടത്, ജാൻസി. അപ്പം കുറച്ച് നേരം മിണ്ടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഗ്ലൂ വൈൻ, അതായത് റെഡ് വൈനിനകത്ത് ക്ലോവ്സും കുറച്ച് സ്പൈസസും, എന്തൊക്കെ സ്പൈസസാണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല, ഇട്ടിട്ട് ചൂടാക്കിയിട്ടുള്ള വൈനാണ് ഗ്ലൂ വൈൻ. അത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇവിടുത്തെ ബിഗ് ക്രിസ്മസ് ട്രീ കണ്ടു. സ്യൂറിഹിൽ എപ്പോഴും എല്ലാ വർഷവും ഒരു ബിഗ് ക്രിസ്മസ് ട്രീ സ്റ്റേഷനിലുണ്ടാവും. ചില വർഷങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, സ്വരോസ്കിൻ്റെ ക്രിസ്റ്റൽസ് തൂങ്ങി കിടക്കണ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇതും ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ സ്റ്റാർസ്, നാട്ടിലെ പോലെ സ്റ്റാർ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, പേപ്പർ സ്റ്റാർസ്. പക്ഷെ അതും ഞാൻ കണ്ടു. ഇവിടെ കൂടുതലും ഡെക്കറേഷനാണ് ഇമ്പോർട്ടൻ്റ്. അത് കണ്ടു. ഇവിടുത്തെ സ്പെഷ്യലാണ് ട്രാം അങ്ങനത്തെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെയിൻ സ്റ്റേഷനിൽ നിന്നും ഒരു നടപ്പായിരുന്നു. നടന്ന് ഞങ്ങൾ സ്റ്റാഡൽഹോഫൻ എത്തി. ഓൾഡായിട്ടുള്ള സിറ്റി വാക്കാണ്. ഓൾഡ് ബിൽഡിങ്സൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടത് ചീസാണ്. കുഞ്ഞു കുട്ടി ഷോപ്പുകളൊക്കെ സൈഡിലുണ്ട്. ഇങ്ങനെ ചെറിയ ഫുഡ് സ്റ്റോൾസാണ്. പല കൺട്രിയിൽ നിന്നുള്ളതുണ്ടാവും. പിന്നെ മേജർലി ചീസ് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പം നല്ല രസമാണ് ഇവിടെ ഈ തണുപ്പത്ത് ഇങ്ങനെ ഗ്ലൂ വൈനും കുടിച്ച് മെൽറ്റഡ് ചീസും ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റോട്ടിൽ കൂടി വർത്തമാനം പറഞ്ഞ് നടക്കാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഓരോ വീടുകളും പല രീതിയിലാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ക്രിസ്മസ് ടൈം ആകുമ്പോഴത്തേക്കിനും സ്റ്റട്ടിൻ്റെ ഭാഗമായിട്ട്, സ്റ്റട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ഓരോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുകളിലും ക്രിസ്മസിൻ്റെ ഡിസൈനുള്ള ഒരു അലങ്കാര സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാക്കും. പിന്നെ ഞാൻ മെയിൻ സ്റ്റേഷൻ്റെ ഒരു നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ബാനോഫ് സ്ട്രാസെ പറഞ്ഞിട്ട്. അവിടേക്ക് പോയില്ല. അത് ഞാൻ ട്യൂസ്ഡേ ഓഫീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടി പോകാമെന്ന് കരുതി. പക്ഷെ ഞങ്ങൾ ഇന്നലെ സ്റ്റാഡൽഹോഫിനാണ് കവർ ചെയ്തത്, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴി നോർമൽ റോട്ടിൽ കൂടി നടക്കണം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര എക്സ്ക്വിസിറ്റും നീഷുമായിട്ടുള്ള കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു. സ്ട്രീറ്റ്സൊക്കെ ഫാമിലീസും ഒക്കെ നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. നാട്ടിലെ പോലെ ഒത്തിരി കളേഴ്സ് കൊണ്ടുള്ള ലൈറ്റ്സ് അല്ല ഇവിടെ. ഏതെങ്കിലും സിഗ്നേച്ചർ 2 കളേഴ്സ്, ഒരു കളറൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഗോൾഡനും റെഡും ഒക്കെയാണ് മേജറായിട്ടുള്ള തീം. ഇതൊക്കെ നോർമൽ ഷോപ്സാണ് കേട്ടോ. പിന്നെ പാവലിൻ്റെ കുറച്ച് ക്രേസി ആയിട്ടുള്ള ബൈക്കും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നു. ഇതൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞ നീഷ് ഷോപ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ആക്കിയിട്ട് വെച്ചേക്കാണ്. ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. സാറ്റർഡേ ഈവനിങ് ആണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ നടന്ന് സ്റ്റാഡൽഹോഫിൻ്റെ മേജറായിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റിൻ്റെ തുടക്കത്തിലേക്ക് എത്തി. ഓൺ ദി അതർ സൈഡ് സ്റ്റാഡൽഹോഫൻ മെയിൻ സ്റ്റേഷനിലല്ല, അവിടേക്കാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് കുട്ടി ഡെക്കറേഷൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എക്സ്പെൻസീവാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു വീട് പോലത്തെ, അല്ലെങ്കിൽ നേരത്തെ നിങ്ങളെ കാണിച്ച ക്രിസ്മസ് പപ്പാനി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ 50-60 ഫ്രാങ്കൊക്കെയാണ്, അതായത് 6000-7000 രൂപയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോമസും ഫ്രഞ്ച് ഫ്രൈസും
പിന്നെ പാമിജാൻ ചീസൊക്കെ ഇട്ട് ഉള്ള ഗാർലിക് സോസ് ഇട്ടിട്ടുള്ളൊരു ഫ്രൈസ് കഴിച്ചു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് എൻജോയ് ചെയ്തു. നല്ല തണുപ്പായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആ ലെഫ്റ്റിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതൊക്കെ ക്രിസ്മസിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഫുഡ് കോർട്ടുകളാണ്, റെഗുലറായിട്ടുള്ള ബിൽഡിങ്സ് അല്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് സ്റ്റേഷനിലെത്തി, അതായത് സ്റ്റാഡൽഹോഫൻ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ തിരിച്ച് കയറാൻ പോകുന്നത്. അവിടെയും നല്ലപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ സ്റ്റേഷൻ്റെ ചുറ്റിനുമുള്ള ക്രിസ്മസ് മാർക്കറ്റിലും കൂടി പോവാം. നമ്മളുടെ സ്യൂറിഹ് മെയിൻ സ്റ്റേഷനിൽ ഉള്ള പോലെ തന്നെ സ്റ്റാഡൽഹോഫനിലും ഉണ്ട്. പക്ഷേ ഈ സ്യൂറിഹിലുള്ള മൊത്തം ജനങ്ങൾ അതിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഫിൽറ്റർ ഇല്ലാത്ത ഒരു വീഡിയോ ആണിത്. ആ കളേഴ്സൊക്കെ അങ്ങനെ തന്നെ കാണിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.